നമ്മളിൽ പലരും നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ കൂടുതൽ സമയം ചെലവാക്കാതെ, കൂടുതൽ എഫേർട്ട് എടുക്കാതെ ഈ നടക്കുന്നതിന്റെ രീതിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ കൂടുതൽ നമുക്ക് കൊഴുപ്പ് കത്തിച്ച് കളയാൻ പറ്റും. ഈ നടത്തം കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ പറ്റും. ഫാറ്റ് ബേൺ ചെയ്യാൻ പറ്റും. ജിമ്മിന്റെ വർക്കൗട്ടിനെ കുറിച്ച് ഒന്നുമല്ല നമ്മൾ പറയാൻ പോകുന്നത്. സിമ്പിൾ ആയിട്ടുള്ള 7 വാക്കിംഗ് ടെക്നിക്കുകളെ കുറിച്ചാണ്. അധിക പേരും വിശ്വസിക്കുന്നത് വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോകണം അല്ലെങ്കിൽ കഠിനമായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ നിങ്ങൾ നടക്കുന്നതിന്റെ രീതി നമ്മുടെ മെറ്റബോളിസം ഒക്കെ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. നമ്മൾക്ക് ഓരോ ടെക്നിക്കുകളും ഏതാണെന്ന് മനസ്സിലാക്കാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. ആദ്യം തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ജപ്പാനീസ് ഇന്റർവെൽ വാക്കിങ്ങിനെ കുറിച്ചാണ്. ഈ മെത്തേഡ് ആദ്യമായിട്ട് റിസർച്ച് ഒക്കെ കണ്ടു നടത്തി അതിലെ ഗുണങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് ജപ്പാൻകാരാണ്. നമ്മൾ നടക്കുന്നതിന്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന രീതിയാണിത്. വിശദമായിട്ട് പറഞ്ഞു തരാം. ആദ്യത്തെ ഒരു 3 മിനിറ്റ് സ്പീഡിൽ നടക്കുക. പിന്നീടുള്ള 3 മിനിറ്റ് സ്ലോ ആക്കുക. അതൊരു 30 മിനിറ്റ് തുടർച്ചയായിട്ട് ചെയ്യുക. ഇതാണ് ജപ്പാനീസ് ഇന്റർവെൽ വാക്കിംഗ്. ആദ്യം നമ്മൾ സ്പീഡ് കൂട്ടുമ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും. നമ്മളുടെ ശരീരം കൂടുതൽ കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ തുടങ്ങും. പിന്നീട് നമ്മൾ സ്ലോ ആക്കുമ്പോൾ ശരീരം പതുക്കെ റെസ്റ്റിലേക്ക് വരും, സാധാരണ രീതിയിലേക്ക് വരും. അപ്പോൾ പിന്നെയും നമ്മൾ സ്പീഡ് കൂട്ടും. അപ്പോൾ വീണ്ടും ആദ്യത്തെ കാര്യങ്ങൾ തന്നെ നടക്കും. ഇത് നമ്മുടെ മെറ്റബോളിസം കൂട്ടാനുള്ള സ്മാർട്ട് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കും. അത് മാത്രമല്ല കേട്ടോ, അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് ഹൃദയത്തിന്റെ ആരോഗ്യം കൂട്ടാനും നമുക്ക് ക്ഷീണം കുറയ്ക്കാനും നല്ല ഉന്മേഷം നൽകാനും ഒക്കെ വളരെ സഹായകമാണ്. അതിന് ഒരുപാട് ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നും സാധാരണ സ്പീഡിൽ നടക്കുന്ന ഒരാളാണെങ്കിൽ ഈ മെത്തേഡ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. അതിനേക്കാൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. ആദ്യ ദിവസം തന്നെ ചെയ്യുമ്പോൾ ഒരു 2-3 റൗണ്ട് മാത്രം ഇങ്ങനെ ചെയ്യുക. പിന്നെ പതുക്കെ 30 മിനിറ്റിലേക്ക് എത്തിക്കുക. ജപ്പാനീസ് ഇന്റർവെൽ വാക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഇതിനു മുന്നേ ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ കാണുക. ഞാൻ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അത് റൈസ് ആയിക്കോട്ടെ, മധുരമുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കഴിക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കൂടും. ഈ ഭക്ഷണം കഴിച്ച് നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിലോ ഈ ശരീരം നമ്മൾ കഴിച്ചിട്ടുള്ള കാലറി അധികം ശേഖരിച്ചു വെക്കും. അങ്ങനെ ഫാറ്റ് ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റിനുള്ളിൽ ഒരു അരമണിക്കൂറൊക്കെ നടക്കുക. ഇങ്ങനെ നടക്കുമ്പോൾ ബ്ലഡ് ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടില്ല. നമ്മുടെ ഈ ബ്ലഡ് ഷുഗർ സ്പൈക്കിലൊക്കെ ഒരു 30% കുറവുണ്ടാവുന്ന ശാസ്ത്രീയമായ പഠനങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ നടക്കുമ്പോൾ മസിൽസ് ഒക്കെ ഈ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയ കലോറി അത് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. അത് ചെലവാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതുകൊണ്ട് അത് ശരീരത്തിൽ കൊഴുപ്പായിട്ട് ശേഖരിച്ചു വെക്കില്ല. പകരം നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെയൊക്കെ നടക്കാൻ തുടങ്ങിയ നമ്മുടെ ശരീരത്തിന് നമ്മൾ തന്നെ കൊടുക്കുന്ന ഒരു സിഗ്നലാണ്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, അതൊന്നും ശരീരത്തിൽ ശേഖരിച്ചു വെക്കരുത്, അത് പെട്ടെന്ന് ഉപയോഗിച്ചോളൂ എന്നാണ് നമ്മൾ നടക്കുന്നതിലൂടെ ശരീരത്തിനോട് പറയുന്നത്. അപ്പോൾ ശരീരത്തിന് അതൊരു ഓർമ്മപ്പെടുത്തൽ പോലെയാണ്. നമ്മുടെ ശരീരം ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം നമ്മളൊരു 30 മിനിറ്റ് ഒക്കെ നടന്നു വരുമ്പോഴേക്കും ഒരു ലഘുവായിട്ട് തോന്നും. നമുക്ക് ഭക്ഷണം കഴിച്ചതിന്റെ ക്ഷീണോ ഉറക്കോ ഒന്നും വരില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് നടക്കുമ്പോൾ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നടക്കാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മ്യൂസിക് കേട്ടുകൊണ്ട് നടക്കാം. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെട്ട കാര്യമായിട്ട് മാറ്റാൻ പറ്റും. ഇനി അടുത്തൊരു വാക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലേ, രാവിലെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നല്ല സൂര്യപ്രകാശമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആൾക്കാരൊക്കെ കൈ വീശിയിട്ട് ഈ രാവിലെ നടക്കുന്നത്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മൾ രാവിലെ എണീറ്റ് നടക്കുകയാണെങ്കിൽ രാത്രിയിൽ നമ്മളൊന്നും ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല അല്ലെ. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. രാത്രി നേരത്തെ ഭക്ഷണം കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 7 മണിക്കൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ഒരു 7 മണി വരെ എന്നൊക്കെ പറയുന്നത് ഏകദേശം 12 മണിക്കൂറാണ്. ഈ 12 മണിക്കൂറും നമ്മൾ ഫാസ്റ്റിംഗ് സ്റ്റേജിലാണ്, ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ ഒക്കെ കുറവായിരിക്കും. ആ സമയം നമ്മളെ ബ്ലഡിലുള്ള ഷുഗറിന്റെയും ഇൻസുലിന്റെയും ഒക്കെ ലെവല് കുറവായിരിക്കും. ഭക്ഷണത്തിന് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ അരമണിക്കൂർ കൂടി നടക്കുകയും കൂടി ചെയ്താലോ? നമ്മുടെ ശരീരത്തിന് എനർജി കത്തിക്കണം അല്ലെ. നടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഊർജം വേണം. അപ്പോൾ പഴയ ശേഖരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പിൽ നിന്നാണ് ശരീരം എനർജി കണ്ടെത്തുന്നത്. അപ്പോൾ ശരീരം ഓൾറെഡി ശേഖരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ് കത്തിച്ച് കളയാൻ തുടങ്ങും. അപ്പൊ ഏറ്റവും നല്ലത് രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ അരമണിക്കൂർ നടക്കുന്നതാണ്.
അത് സാധാരണ നടക്കുന്നതിനേക്കാൾ 20% കൂടുതൽ കൊഴുപ്പ് കത്തിച്ച് കളയുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു 30 മിനിറ്റ് നല്ല കൈയൊക്കെ വീശിയിട്ട് ബ്രിസ്ക് വാക്കിംഗ് നടത്തുക. ഈ നടത്തം നമ്മുടെ ഗ്രോത്ത് ഹോർമോണിനെ 3 ഇരട്ടിയോളം കൂട്ടുന്നുണ്ട്. ഈ ഗ്രോത്ത് ഹോർമോൺ നമ്മുടെ മസിലിനെയൊക്കെ നല്ല സ്ട്രോങ് ആക്കി വെക്കാനും കൊഴുപ്പിനെ കത്തിച്ച് കളയാനും സഹായിക്കുന്നുണ്ട്. ഒരുപാട് ഓടുകയൊന്നും വേണ്ട കേട്ടോ. ഒരുപാട് വർക്കൗട്ടിനെ കുറിച്ച് ഒന്നുമല്ല പറയുന്നത്. ഒരു 30 മിനിറ്റ് നല്ല കൈ വീശി നടന്നാൽ മതി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മെറ്റബോളിസം കൂട്ടാൻ പറ്റും. മനസ്സിൽ ഒരു ശാന്തത വരും. ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള എനർജിയും ഉന്മേഷവും ഒക്കെ നമുക്ക് ഈ നടത്തത്തിലൂടെ കിട്ടും. അപ്പോൾ നാളെ രാവിലെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചിട്ട് നിങ്ങൾക്ക് ഈ നടത്തം പരീക്ഷിക്കാൻ പറ്റും. രാവിലെ ഒരു ചായയും ബിസ്ക്കറ്റും ഒക്കെ തുടങ്ങി ഒരു ദിവസം ആരംഭിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു 30 മിനിറ്റ് നടത്തം കൊണ്ട് ഒരു ദിവസം തുടങ്ങുന്നത്. ഇനി കൂടുതൽ കൊഴുപ്പ് കത്തിച്ച് കളയാനുള്ള മറ്റൊരു വാക്കിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ നടക്കുന്നതിൽ കുറച്ച് കയറ്റങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾ സാധാരണ നടക്കുന്നതിൽ കുറച്ച് കയറ്റങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾക്ക് തന്നെ അറിയില്ലേ, നമ്മൾ സാധാരണ നടക്കുന്നതിനേക്കാൾ ഒരു കയറ്റം കയറുമ്പോഴാണ് നമ്മൾക്ക് കൂടുതൽ എനർജി ആവശ്യമുള്ളത്. നമ്മളെ ഹാർട്ട് ബീറ്റ് കൂടുന്നത്, നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുന്നത്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് കൂടുതൽ ഊർജം വേണ്ടി വരും അല്ലെ. ശരീരത്തിന് കൂടുതൽ ഊർജം ചെലവാക്കേണ്ടി വരും. അപ്പോൾ ഈ ശരീരം നമ്മുടെ കൊഴുപ്പൊക്കെ കത്തിച്ചിട്ട് ഇങ്ങനെ ഊർജം ചെലവാക്കുമ്പോൾ അത് നമ്മുടെ വണ്ണം കുറയാൻ സഹായിക്കും. കയറ്റം എന്ന് പറയുമ്പോൾ കുത്തനെയുള്ള കയറ്റമൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ചെറിയ കയറ്റമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 5 ഡിഗ്രി 10 ഡിഗ്രി ഉള്ള ചെറിയ കയറ്റങ്ങൾ തന്നെ മതി. ചെറിയൊരു കയറ്റം കയറുമ്പോൾ തന്നെ നമ്മുടെ കാലിലുള്ള മസിൽസിനൊക്കെ ഒരുപാട് എനർജി വേണം. ഹാംസ്ട്രിങ് പോലെയുള്ള വലിയ മസിലുകളൊക്കെ ഉള്ളത് കാലിലാണ്. അപ്പൊ അത് കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യും. കയറ്റം വരുമ്പോഴുള്ള മറ്റൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മുട്ടിന് അത് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ മുട്ടിലുള്ള സ്ട്രെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കയറ്റം കയറുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് മുന്നിലോട്ട് ആക്കുക. അതായത് ഇങ്ങനെ ഒന്ന് മുന്നിലോട്ട് ആക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ഭാരം മുട്ടിലേക്ക് വരില്ല. പകരം എന്ത് വരും? അത് ഹിപ്പിലേക്കും നമ്മുടെ കോർ മസിലുകളിലേക്ക് അരക്കെട്ടിലേക്കൊക്കെ അത് ഷിഫ്റ്റ് ചെയ്ത് പോയിക്കോളും. അപ്പോൾ കാൽമുട്ടുകൾക്ക് ബുദ്ധിമുട്ട് കുറയുകയും ചെയ്യും. ഇങ്ങനെ ചെറിയ കയറ്റങ്ങൾ കയറുന്നത് നിങ്ങളുടെ മുട്ടിലുള്ള മസിലുകള്, കാലിലുള്ള മസിലുകളൊക്കെ സ്ട്രോങ് ആക്കാൻ സഹായിക്കും. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ട്രെഡ്മില്ലിലൊക്കെ നടക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ പ്രകൃതിയിലൂടെ നടക്കുന്നതാണ്. നല്ല മരങ്ങൾക്കിടയിലൂടെയൊക്കെ നടക്കുന്നത് നമ്മുടെ ഹോർമോൺ ലെവല്, സ്ട്രെസ് ഹോർമോണിന്റെ ലെവലിനൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് കോർട്ടിസോളിനെ കുറയ്ക്കുന്നെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഒരു 15 മിനിറ്റ് നല്ല പച്ചപ്പുള്ള സ്ഥലത്തിലൂടെ നടക്കുന്നത് നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോള് ഒരു 14% കുറയ്ക്കുന്നുണ്ട്. ഒരു പച്ചപ്പുള്ള സ്ഥലത്തിലൂടെ ഇങ്ങനെ നടന്ന് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ മനസ്സിനൊരു ലൈറ്റ് ഫീലിംഗ് ഉണ്ടാവും. അതുപോലെ ഈ നടത്തം കൊണ്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടും, നമ്മുടെ മെറ്റബോളിസത്തെ കൂട്ടും, നമ്മൾക്കൊരു ഫ്രഷ്നെസ് തോന്നും. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇങ്ങനെ നമ്മുടെ പച്ചപ്പിലൂടെ പ്രകൃതിയിലൂടെ നടക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നമുക്ക് ഇങ്ങനെ നടക്കാനൊന്നും പറ്റിയെന്ന് വരില്ല അല്ലെ. അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് ജിമ്മിൽ പോവാം. അല്ലാതെ 2 ദിവസമെങ്കിലും ആഴ്ചയിൽ 2 ദിവസം ഇങ്ങനെ നടക്കാൻ നോക്കുക. അടുത്ത നടത്തത്തിലുള്ള നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റെപ്പ് ട്രാക്കിംഗ്. നടത്തത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും എന്തിനാ ഇങ്ങനെ കണക്കെടുക്കുന്നത് എന്നുള്ളത്. ഇത് വളരെ സിമ്പിൾ ആണ്. സ്മാർട്ട് വാച്ചുകളുണ്ട്, സ്മാർട്ട് ഫോണുകളുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് കണക്കാക്കാൻ പറ്റും. എന്തിനാ ഇങ്ങനെ കണക്കെടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരമായിട്ട് കുറച്ച് സ്റ്റെപ്പുകൾ കൂട്ടി നമ്മൾ നടക്കുമ്പോഴാണ് നമ്മുടെ എക്സസൈസ് കൂടുതൽ എഫക്റ്റീവ് ആവുന്നത്. നടന്നു തുടങ്ങുന്നവർ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്റ്റെപ്പ് ട്രാക്ക് ചെയ്ത് തുടങ്ങണം. പതുക്കെ അതിനെ കൂട്ടിക്കൊണ്ടുവരണം. എന്നാലേ അതൊരു ശീലമായിട്ട് മാറുകയുള്ളൂ. നടത്തം ഒരു ശീലമായി തുടങ്ങിയാൽ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായേ തോന്നില്ല. ഇനി നടത്തം കൂടുതൽ എഫക്റ്റീവ് ആവാൻ വേണ്ടി അത്ലറ്റ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയ കാര്യമാണ് ഒരു വെയിറ്റും കൂടി ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഈ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ മസിൽസിനൊക്കെ ഫാറ്റ് ബേൺ ചെയ്യേണ്ടി വരും. അപ്പോൾ കൂടുതൽ കൊഴുപ്പിനെ നമുക്ക് കത്തിച്ച് കളയാൻ പറ്റും. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കിത് നിങ്ങളുടെ നടക്കുമ്പോൾ ഒരു ബാഗ് കൂടെ കരുതാം. ബാഗിൽ നിങ്ങൾക്ക് വെള്ളക്കുപ്പി വെക്കാം, അതേപോലെ ടിഫിൻ ബോക്സ് വെക്കാം, അങ്ങനെ ചെറിയ വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെക്കാം. അപ്പൊ അത് നമ്മുടെ ശരീരത്തിന് കുറച്ചുകൂടി എഫേർട്ട് ഉള്ള കാര്യമാണ്. അത് മസിലിനെ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കും, കൂടുതൽ ഫാറ്റ് ബേൺ ചെയ്യാൻ സഹായിക്കും. അങ്ങനെ നടക്കുന്നത് നമ്മുടെ മസിൽസിനൊക്കെ അതുപോലെ കോർ മസിൽസിനൊക്കെ സ്ട്രെങ്ത് ആക്കി വെക്കാൻ സഹായിക്കും. ചെറിയ ബാഗ് എന്നാണ് ആദ്യം പറഞ്ഞത്. വലിയ വെയിറ്റ് ഒന്നും തൂക്കിയിട്ട് കുനിഞ്ഞ് നടക്കാൻ നോക്കരുത്. ഇങ്ങനെ കുനിഞ്ഞ് നടക്കാൻ നോക്കരുത്. എപ്പോഴും നെഞ്ച് വിരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നടക്കണം.
ഇങ്ങനെ കുനിഞ്ഞു നടന്നാൽ നമുക്ക് കഴുത്തുവേദന വരും, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് പോസ്റ്റർ കറക്റ്റ് ആയിട്ട് നടക്കാൻ നോക്കുക. അപ്പോൾ ബാഗ് ഇട്ടാലും പോസ്റ്റർ കറക്റ്റ് ആക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ആദ്യം തുടങ്ങുമ്പോൾ ചെറിയ ഭാരം കൊടുത്താൽ മതി, പിന്നീട് പതുക്കെ ആ ഭാരം കൂട്ടി തുടങ്ങുക. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ സാധാരണ നടക്കുന്നതിന് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, കൂടുതൽ കൊഴുപ്പ് കത്തിച്ച് കളയാൻ വേണ്ടിയിട്ട്, ഫാറ്റ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ടെക്നിക്കുകളെല്ലാം നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കുകൾ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഇതിൽ ഏതെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടെന്നും അത് എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും കമന്റിൽ പറയുക. തീർച്ചയായും നടത്തുക എന്നുള്ളത് നല്ലൊരു ശീലമാണ്. എന്നാൽ 1, 2, 3 ദിവസം നിങ്ങൾ നടന്നിട്ട് റിസൾട്ട് കിട്ടണം എന്ന് പറയരുത്. റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തുകയും അരുത്. ഇതൊരു മാസത്തോളം നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അതിന്റെ മാറ്റങ്ങൾ കാണാൻ പറ്റും. ഇനി കാണുമ്പോഴും അത്ര ഫിസിക്കൽ ചേഞ്ച് ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിലും കുറച്ച് ദിവസം നടന്നാൽ തന്നെ നിങ്ങൾക്കൊരു ലഘുവായിട്ടുള്ള ഫീലിംഗ് ഉണ്ടാവും. മനസ്സിനൊരു ഫ്രഷ്നെസ് തോന്നും, കൂടുതൽ ഊർജം തോന്നും. അതുകൊണ്ട് നടത്തം തീർച്ചയായിട്ടും ശീലമാക്കുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.